അന്ധകാരത്തിന്റെ നടുവിൽ വെളിച്ചമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ശബ്ദമുഖരിതമായ ആഘോഷങ്ങളുടെ പിന്നാലെ കടന്നു പോകുന്ന, ആത്മീയമായി ഉയരുവാൻ പറ്റാതെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവിൽ ഒരാത്മീയമായ ഉത്കർഷവും ഉണർവും എല്ലാ വ്യക്തികളിലും ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. മനുഷ്യരുടെ ആത്മീയ ദൗർബല്യത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലാണ് അന്ധകാരത്തിന്റെ നടുവിലുള്ള പ്രകാശമായുള്ള യേശുക്രിസ്തുവിന്റെ ജനനം. ബൈബിൾ എടുത്താൽ യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും എന്ന് യെശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. ഒന്ന്, അന്ധകാരം ഭൂമിയെ മൂടും. രണ്ട്, കൂരിരുട്ട് ജനതകളെയും മൂടും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, രണ്ട് സ്ഥലത്തും അന്ധകാരമാണ്. അത് ഭൂമിയെ ആയാലും മനുഷ്യനെ ആയാലും മൂടുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം പരിശോധിച്ചാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം. പിന്നീട് നമ്മൾ കാണുന്നു ഭൂമി രൂപരഹിതമാണ്, ഭൂമി അന്ധകാര വൃതമാണ്, ഒന്നിനും കൊള്ളാത്ത ഒരു സാധ്യത. പാഴായും ശൂന്യമായും അന്ധകാരവൃതമായും കാണപ്പെട്ട ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി 1:3 വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ വചനവും ഒന്നു ചേർന്നപ്പോൾ ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ഇരുട്ടിനെ, അന്ധകാരത്തെ, ഇരുളിനെ ദൈവം വേർതിരിക്കുകയാണ്. പ്രകാശവുമായി വേർതിരിക്കുന്നത് നമുക്ക് കാണാം. ഇരുട്ടിനെ ദൈവം വേർതിരിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ അന്ധകാരം കടന്നു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ലോകമെടുത്താൽ യുദ്ധവും യുദ്ധത്തിന്റെ ശ്രുതിയും, ഒരിടത്തും ഒരു ശാശ്വതമായ സമാധാനം നമുക്ക് കാണുവാൻ പറ്റുന്നില്ല. മനുഷ്യരുടെ ഇടയിൽ ഭിന്നതയും വെറുപ്പും വിദ്വേഷവും പകയും പരസ്പരം കൊല്ലുന്ന പ്രവണതകൾ, ജാതിയോടടിക്കുന്ന യുദ്ധവും ഭൂകമ്പത്തിന്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിന്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പം അന്ധകാരം ഭൂമിയെ മൂടുമെന്നും കൂരിരുട്ട് ജനതകളെ മൂടുമെന്നും വചനം പറയുമ്പം കൃത്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് നിന്റെ മേൽ ഉദിക്കും. ദൈവത്തിന്റെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാണോ ഒരു ഇരുട്ട് നമ്മളെ മൂടുന്നത്, ആ ഇരുട്ടിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ ഉദിച്ചുയരുമെന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്
യെശയ്യാ പ്രവാചകനിലൂടെ നമ്മൾ കാണുക. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്ന 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന്റെ നടുവിൽ ഒരു മഹത്തായ പ്രകാശം കടന്നു വന്നു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ഉദിച്ചു എന്ന് പറയുമ്പം യെശയ്യാ 60:2 പറയുന്നു, കർത്താവ് നിന്റെ മേൽ ഉദിക്കും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ജനനം യാഥാർത്ഥ്യമായ ഈ ഒരു ക്രിസ്മസിന്റെ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ പരിശോധിച്ച് ബൈബിളിലേക്ക് കടന്നു പോയാൽ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 78-ഉം 79-ഉം വാക്യങ്ങള് നമ്മുടെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചാൽ, ദൈവത്തിന്റെ കാരുണ്യരേഖം കൊണ്ടുള്ള ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മളെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗങ്ങളിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. അപ്പം ദൈവത്തിന്റെ കാരുണ്യേതരകം, ദൈവത്തിന്റെ കരുണ, അത് ഉന്നതത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മിയായി, ഉദയം ചെയ്യുമെന്ന് പറഞ്ഞ ആ ഉദയരശ്മിയായി നമ്മളെ സന്ദർശിക്കുമ്പോൾ, നമ്മൾ ഇരുട്ടിലാണെങ്കിൽ, നമ്മൾ അന്ധകാരത്തിലാണെങ്കിൽ, നമ്മൾ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, അവിടെയൊക്കെ പ്രകാശം വീശുവാൻ, സമാധാനത്തിന്റെ രാജാവായി സമാധാനത്തിന്റെ മാർഗങ്ങളിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, ഇന്നൊരു അന്ധകാരത്തിന്റെ പാതയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, ആ അന്ധകാരത്തെ മാറ്റി പ്രകാശത്തെ സൃഷ്ടിച്ച ദൈവം ഇരുളിനെയും പ്രകാശത്തെയും വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പ്രകാശത്തിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ, പ്രകാശത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഇന്ന് നമ്മൾ അധിവസിക്കുന്ന ലോകമെടുത്താൽ, 195 രാജ്യങ്ങളും നിങ്ങൾ എടുത്താൽ, മനുഷ്യത്വം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നഷ്ടമായ ലോകത്ത് ഒരു പ്രത്യാശയുടെ വെളിച്ചമായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരിക. ലോകത്തിലേക്ക് ദൈവം കടന്നു വരുന്നത് ഒരു പ്രത്യാശയുടെ വെളിച്ചം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക്, എല്ലാവരുടെ ഹൃദയങ്ങളിലേക്കും പകരുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ ലോകം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ നടുവിൽ നമുക്കുള്ള യഥാർത്ഥ പ്രത്യാശ, നമുക്കുള്ള യഥാർത്ഥ പ്രകാശം യേശുക്രിസ്തു മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു പ്രത്യാശയുടെ ജനനമാണ് ക്രിസ്മസ് എന്ന് പറയുക. യേശു ക്രിസ്തുവാണ് നമ്മളുടെ പ്രത്യാശ. ആ പ്രത്യാശ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പതിറ്റാണ്ടുകളായി ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞ വാഗ്ദത്തം ബെത്ലഹേമിൽ ജനിക്കുമ്പോൾ പ്രവചനങ്ങളെല്ലാം നിറവേറുകയാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഹല്ലേലൂയ. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. വളരെ കൃത്യമായി പ്രവചനങ്ങൾ കടന്നു വരികയാണ്. മീഖാ പ്രവചനം 5:2 എന്താണ് പറയുന്നത്? ബെത്ലഹേം എഫ്ഫാത്ത, നീ യൂദാ ഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ ഉള്ളവനാണ്, അവൻ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്, ഉൽപ്പത്തി 1:1 മുമ്പേ അനാദി കാലം മുതലേ ഉള്ളവനാണ് എന്ന് മീഖാ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങളിൽ അത് സംഭവിക്കുകയാണ്. ആ പ്രവചനം നിറവേറുകയാണ്. എന്ന് വെച്ചാൽ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം തന്നെ, സകലതും തന്നെ നിവൃത്തിയാകും. ക്രിസ്മസ്, യേശുക്രിസ്തുവിന്റെ ജനനം അല്ലെങ്കിൽ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം അഥവാ നിറവേറൽ നമ്മുടെ ഇടയിൽ സംഭവിക്കുകയാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, പാപത്തിൽ മുങ്ങിപ്പോയ ഒരു ജനത്തിന്റെ നടുവിൽ മനുഷ്യന്റെ രക്ഷാകര പദ്ധതിയായിട്ടാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു രക്ഷാകര പദ്ധതിയാണ് പിതാവായ ദൈവം നമുക്കായി യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ഒരുക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ ഒരു രക്ഷകനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. കാരണം ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 പറയുന്നു, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കാരണം ഒരു പ്രത്യേക പദ്ധതി തന്റെ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നും യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. അപ്പം പാപങ്ങൾ മോചിക്കും എന്ന് ബൈബിൾ പറയുമ്പം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ നടന്നു വരുന്ന യേശുക്രിസ്തുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ലോകത്തിന്റെ പാപം ചുമന്നു നീക്കുവാൻ സ്വർഗം തുറന്ന് ഒരു ദൈവം മാനവരാശിയുടെ വിമോചനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അവതരിക്കുന്ന ഈ ഒരു മഹത്തായ ദിനത്തിന്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ക്രിസ്മസിന്റെ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കിടുവാൻ. 1 തിമോത്തി 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ വളരെ കൃത്യമായി എഴുതി വെച്ചു, യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് പാപികളെ രക്ഷിക്കുവാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. വിശ്വസിക്കുവാൻ പറ്റുന്ന ഒരു സത്യം ഈ ലോകത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനമാണ്. എന്ന് വെച്ചാൽ രക്ഷയുടെ പദ്ധതിയുടെ തുടക്കമാണ് യേശുക്രിസ്തുവിന്റെ ജനനമെന്ന് പറയുക. ക്രിസ്മസ് രക്ഷയുടെ ആരംഭം. അത് പറയുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന്റെ തെളിവായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഹല്ലേലൂയ. മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി. ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു, ദൈവം വേദനിച്ചു. ദൈവത്തിന്റെ നെഞ്ചിൽ വേദന ഉളവാക്കുന്ന പ്രവൃത്തികൾ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. പക്ഷേ അതിനൊരു പരിഹാരം, പാപം ഈ ലോകത്ത് കടന്നു വന്ന ദിവസം തന്നെ ഉൽപ്പത്തി 3:15 തന്നെ ദൈവം പദ്ധതി ഒരുക്കി വെച്ചു, സ്ത്രീയുടെ സന്തതി കടന്നു വരും. ഹല്ലേലൂയ. അവന്റെ കുതികാലിൽ നീ പരിക്കേൽപ്പിക്കും കുരിശു മരണം. സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്ത് ജനിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. കാരണം ആ പ്രവചനം പൂർത്തീകരിച്ച് മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ച് ഹല്ലേലൂയ ദൈവം മനുഷ്യന്റെ അടുത്തേക്ക് മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ഹല്ലേലൂയ. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റെ മഹത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വചനം മാംസം ധരിച്ചു എന്ന് പറയുമ്പോൾ വചനം എന്താണ്? വചനം ദൈവമാണ്, ദൈവത്തിന്റെ നിത്യജ്ഞാനമാണ്, ദൈവത്തിന്റെ നിത്യപ്രകാശമാണ്, സൃഷ്ടിയുടെ ഉറവിടമാണ് എന്നെല്ലാം നമുക്ക് വചനത്തെ എന്താ പറയുന്നത് ചേർത്ത് വായിക്കാൻ പറ്റും, ഇല്ലേ? വചനം യേശുക്രിസ്തുവാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയുവാൻ പറ്റും. ആ വചനം യേശുക്രിസ്തുവാണ് എന്ന് പറയുമ്പോ ദൈവത്തിന്റെ സ്വഭാവം, ആ നിത്യ സ്വഭാവം യേശുക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ പറ്റും. ആ ദൈവത്വം മുഴുവൻ യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് യേശുക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവവുമായി നിത്യതയിൽ ഒരുമിച്ച് ആ എന്താ പറയുക ത്രിയേക ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിൽ നിലകൊള്ളുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. നിത്യതയിൽ ദൈവമാണ്, ദൈവത്തോട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ ആ സാദൃശ്യത്തിൽ നിലനിൽക്കുന്ന വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. അപ്പം ആ വചനം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ
മനുഷ്യൻ പാപത്തിൽ അകപ്പെടുമെന്നും തന്റെ ഏകജാതൻ അല്ലെങ്കിൽ യേശുക്രിസ്തു കുരിശുമരണം ഏറ്റെടുക്കാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരണമെന്നുമുള്ള രക്ഷാകര പദ്ധതി അനാദികാലം മുതലേ ദൈവം എന്താ പറയുക പദ്ധതി ഒരുക്കി കാത്തുവെച്ചതാണ്. ഇപ്പം വചനം ദൈവമാണ്. ആ ദൈവം മാംസം ധരിച്ചു. വചനം മാംസം ധരിച്ചു എന്ന് പറയുമ്പോ ദൈവത്തിന്റെ മനുഷ്യാവതാരം ഒരു അത്ഭുതകരമായ സംഭവമായി നമുക്ക് തോന്നിയേക്കാം. മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യവുമാണ്. പക്ഷെ ദൈവം ചെയ്യുന്നതെല്ലാം അത്ഭുതമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കോമൺ സെൻസ് നമുക്കുണ്ടായാൽ മതി. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് മനുഷ്യകുലത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹവും അതിന്റെ ഒപ്പം ദൈവത്തിന്റെ ഒരു ലാളിത്യത്തിന്റെ വിനയത്തിന്റെ തെളിവാണ്. നമുക്കില്ലാത്തതും ഇതാ. മനുഷ്യന് നഷ്ടമായി പോയത് ഈ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ആത്മീയ പാഠം ദൈവത്തിന്റെ സന്നിധിയിൽ എളിമയിൽ വിനയത്തിൽ സ്നേഹത്തിൽ നിൽക്കുക എന്നതാണ്. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ചേർത്ത് പിടിക്കുവാനുമുള്ള ഒരു മാനസികമായ വളർച്ച ഇന്ന് നമ്മളുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ അനിവാര്യമാണ്. എന്നേക്കാൾ ഉയരത്തിൽ മറ്റൊരാളും പോകണ്ട എന്ന ഒരു മാനസികമായ സ്ഥിതി ഇന്ന് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ, അത് ആത്മീയ മേഖലയിൽ കടന്നു വന്നാൽ അത് വളരെ അപകടകരമായ ഒരു ആത്മീയ കാലാവസ്ഥയാണ്. അല്ലെ, യേശുക്രിസ്തു മനുഷ്യനായി ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു മഹനീയ കാര്യമായി പരിഗണിക്കാതെ ഒരു ദാസന്റെ രൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു, അനുസരണയുള്ളവനായി. എന്നാൽ ഇന്ന് ഇവിടെയുള്ള ആത്മീയ നേതാക്കന്മാര് നമ്മൾ പഠിക്കണം. യേശുക്രിസ്തു നമ്മളെ കാണിച്ചു തന്ന എളിമ, വിനയം, അനുസരണം, ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള ഒരു സമയമാണ് ഈ ക്രിസ്മസിന്റെ കാലഘട്ടം എന്ന് പറയുക. നമ്മളെക്കാൾ എന്താ പറയുക ഉയരത്തിലേക്ക് ഒരാൾ പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയായി ഇന്ന് ലോകത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ആത്മീയതയിലാകാം, രാഷ്ട്രീയത്തിലാകാം, ജോലി മേഖലയിലാകാം, ബിസിനസ്സിലാകാം, ഏതു മേഖലയിലും ഇന്ന് ഇതുപോലെയുള്ള മത്സര ബുദ്ധിയുടെ ലോകത്താണ് നമുക്ക് എളിമപ്പെടാൻ സത്രത്തിൽ സ്ഥലമില്ലാതെ കാലിത്തൊഴുത്തിൽ പുറന്നു വീഴുവാൻ മടി കാണിക്കാത്ത ഒരു ദൈവത്തിന്റെ ലാളിത്യവും എളിമയും എന്തേ നമുക്ക് ഇല്ലാതെ പോയി. അല്ല, അതിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കാൻ എന്തേ നമുക്ക് പറ്റിയില്ല. ഓർത്തുകൊള്ളുക, ഈ ക്രിസ്മസിൽ നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഒരു വിനയം, ഒരു ലാളിത്യം, പരസ്പരം സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ്. 2, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മൾ പഴയ നിയമം എടുത്താൽ ദൈവം ജനങ്ങളുടെ നടുവിൽ കൂടാരം സ്ഥാപിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കുവാൻ, താമസമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവത്തിന്റെ പുതിയ കൂടാരമാണ്. യേശു വസിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാണെങ്കിൽ നമ്മൾ ആ കൂടാരമായി ഈ ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. മറ്റൊരർത്ഥത്തിൽ യേശു വസിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു ജനിക്കണം. അതിന് ദൈവം ഒരുക്കുന്ന സമയമാണ് ക്രിസ്മസ് എന്ന് പറയുക. 4-മതായി അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുമ്പം അടിസ്ഥാനപരമായി യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ദൈവത്വത്തിന്റെ പ്രകടനം നമ്മൾ ദർശിക്കണം. അത് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളിലേക്ക് കടന്നു പോകണം.
നമ്മൾ യേശുക്രിസ്തുവിന്റെ ഉപദേശ സത്യങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തു ഈ ലോകത്ത് തന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിന്റെ നടുവില് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടത് പിന്നീട് കാൽവരിയിലേക്കുള്ള യേശുക്രിസ്തുവിന്റെ യാത്ര, കാൽവരിയിലെ യാഗം, ഉത്ഥാനം, ഇവയൊക്കെ കണ്ടപ്പോ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് കാണുകയാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ കാണുന്നതിലൂടെ ഒരു ദൈവത്തെ നമ്മൾ കൂട്ടിമുട്ടി എന്ന സത്യം ഇവിടെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതിയതിനു ശേഷം 3 ലേഖനങ്ങൾ എഴുതി. അതില് 1 യോഹന്നാൻ 1:1 യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതി വെച്ചു, ആദ്യം മുതൽ ഉണ്ടായിരുന്നത്, ശ്രദ്ധിക്കണം, ആദ്യം മുതൽ ഉണ്ടായിരുന്നത്, ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, സൂക്ഷിച്ചു വീക്ഷിച്ചത്, കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഓർക്കുക, യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന് കണ്ട കാര്യങ്ങള്, കേട്ട കാര്യങ്ങള്, അപ്പം അവര് ദർശിച്ചത് എല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞു വെച്ചു. ആദ്യം മുതൽ, ഉൽപ്പത്തി 1:1 മുതൽ ഉണ്ടായിരുന്നതും, പിന്നീട് മറിയത്തിന്റെ ഉദരത്തിൽ ഈ ലോകത്ത് ജനിച്ചതും, പിന്നീട് ഞങ്ങൾ കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും, ഹല്ലേലൂയ, കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ജീവന്റെ വചനമാണ് എന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. പിതാവിന്റെ ഏകജാതന്റെ മഹത്വം എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഒരു പ്രവാചകനല്ല, യേശുക്രിസ്തു ദൈവമാണ്. ദൈവത്തിൽ നിന്നും ഉദയം ചെയ്ത ഏകജാതൻ, ദൈവത്തിന്റെ പൂർണ്ണമായ വെളിച്ചമായവൻ. ഉൽപ്പത്തി 1:3 നമ്മൾ കണ്ട ആ വെളിച്ചം യേശുക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ആ വെളിച്ചമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമ്മൾ യേശുക്രിസ്തുവിനെ കാണുമ്പോ പിതാവിനെ കാണുന്നതിന് തുല്യമാണ്. ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുന്നത് പിതാവായ ദൈവത്തെ വിശ്വസിക്കുന്നതിന് തുല്യമാണ്. ദൈവപിതാവിനെ നമുക്ക് സമീപിക്കുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞാനും പിതാവും ഒന്നാണ് എന്ന് യേശുക്രിസ്തു സുവിശേഷത്തിൽ പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? പിതാവിലേക്കുള്ള ഏക വഴി ഞാനാണ് എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6 ഏക വഴി, അല്ലെ? വഴിയും സത്യവും ജീവനും ഞാനാണ്. ഹല്ലേലൂയ. അപ്പം പിതാവായ ദൈവത്തിന്റെ മഹത്വം പ്രത്യക്ഷപ്പെട്ടത് അല്ലെങ്കിൽ വെളിപ്പെട്ടത് ഏകജാതനായ യേശുക്രിസ്തുവിലാണ്. പിന്നീട് വചനം പറയുന്നത് എന്താണ്? 6-മതായി കൃപയും സത്യവും നിറഞ്ഞവൻ. ഹല്ലേലൂയ. അപ്പം ഇത് പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നമ്മൾ കാണുക. പഴയ നിയമത്തിൽ നിയമം നിലനിന്ന കാലത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം കടന്നു വരുമ്പോൾ കൃപയുടെയും സത്യത്തിന്റെയും കാലത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് സ്വർഗം നമ്മളെ കൊണ്ടുവരികയാണ്. കൃപ, അതുമല്ലെങ്കിൽ രക്ഷ, ദൈവത്തിന്റെ രക്ഷാകര ഇടപെടൽ മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല. ഈ രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം സത്യം, ദൈവത്തെ അറിയാനുള്ള യഥാർത്ഥ മാർഗം യേശുക്രിസ്തുവിലൂടെ മാത്രമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയും ഇവിടെ വെളിപ്പെടുകയാണ്. അപ്പൊ കൃപയും സത്യവും നിറഞ്ഞവൻ, ഒരു കൃപയുടെ യുഗത്തിലേക്ക്, കൃപയുടെ കാലഘട്ടത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരികയാണ്, നമ്മളെ കൊണ്ടുപോവുകയാണ് യേശുക്രിസ്തുവിന്റെ ജനനം തൊട്ട്. ഇനി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ക്രിസ്മസിന്റെ ഈ സന്ദേശത്തെ എങ്ങനെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും? അതിന് ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലും മാംസം ധരിക്കണം. യേശുക്രിസ്തുവിൽ നിറഞ്ഞിരുന്ന വിനയം, കൃപ, സത്യം,
നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകണം. എന്ന് വെച്ചാൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ, പിന്നീട് വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ മഹത്വം പ്രത്യക്ഷപ്പെടും. അത് നമ്മിൽ നിന്നും ആ പ്രവൃത്തികളായി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളായി, ഫലങ്ങളായി നമ്മിൽ നിന്നും വെളിപ്പെടും. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുക ഒരു ചരിത്ര സംഭവമല്ല. ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ ജനിക്കുന്ന ആത്മീയ അനുഭവമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ചരിത്രത്തിന്റെ ഏതോ കാലഘട്ടത്തിൽ നടന്നുപോയ ഒരു സംഭവമായി ഇതിനെ എഴുതി തള്ളരുത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം എന്ന് വെച്ചാൽ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന, ജനിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ് ക്രിസ്മസ് എന്ന് പറയുക. യോഹന്നാന്റെ സുവിശേഷം 1:14 നമ്മെ പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആലയമാക്കി മാറ്റണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമായ ഈ ശരീരത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ആ വിശുദ്ധിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള ഒരു ആത്മീയ കാലാവസ്ഥ ക്രമീകരിക്കണം. അതിനാണ് ഈ കഴിഞ്ഞ 24 ദിവസവും നമ്മൾ വചനം കേൾക്കുകയും ഒരു പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കടന്നു പോവുകയും ചെയ്തത്. ഇവിടെ നമ്മൾ മറ്റൊരു സംഗതി, എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യത്തിൽ വളരെ കൃത്യമായി ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കുകളാകുന്നത് പോലെ അവനും, അതായത് യേശുക്രിസ്തുവും അവയിൽ ഭാഗഭാക്കായി. എന്തിന്? ശ്രദ്ധിക്കുക, മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാകുന്നത് പോലെ അവനും അവയിൽ ഭാഗഭാക്കായി എന്ന് വചനം പറയുന്നത്, അത് മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്വത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് എബ്രായ ലേഖകൻ പറഞ്ഞു വെക്കുന്നു. ഓർക്കുക, ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോ ആ പാപത്തിന്റെ ഫലമായി, പരിണിത ഫലമായി മനുഷ്യന്റെ ജീവിതത്തിൽ മരണം കടന്നു വരികയാണ്. എന്നാൽ ആ മരണത്തെ, ജീവിതകാലം മുഴുവൻ മരണഭയത്തോടെ ജീവിക്കുന്ന മനുഷ്യന് യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് മരണത്തെ തന്റെ മരണം കൊണ്ട് തോൽപ്പിച്ച് എന്ത് ചെയ്തു? മരണഭയത്തിൽ കഴിയുന്ന, പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ രഹസ്യമെന്ന് പറയുക, ബെത്ലഹേമിൽ ജനിച്ച് കാൽവരിയിലേക്ക് കടന്നുപോയി മരണത്തെ മരണം കൊണ്ട്, തന്റെ മരണം കൊണ്ട് തോൽപ്പിച്ച് സാത്താനുമായി ഡീൽ ക്ലോസ് ചെയ്ത് മാനവരാശിയെ നിത്യമായ രക്ഷയിലേക്ക്, നിത്യമായ അടിമത്വത്തിൽ നിന്നും നിത്യമായ രക്ഷയിലേക്ക് നടത്തുവാനുള്ള ഉത്തരവാദിത്വം തന്റെ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അതാണ് ക്രിസ്മസിന്റെ രക്ഷ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. എന്ന് വെച്ചാൽ ഇനി എന്താ പറയുന്നത്? പാപത്തെ ഇറാഡിക്കേറ്റ് ചെയ്യുവാൻ, എടുത്തു മാറ്റുവാൻ, മരണത്തെ തോൽപ്പിക്കുവാൻ ഇതാ ദൈവം ഇറങ്ങി വന്നു. ഇതിനപ്പുറം ഒരു സന്തോഷം ഇന്ന് മാനവരാശിക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന സത്യത്തെ തിരസ്കരിക്കുന്ന, യേശുക്രിസ്തു എന്ന ജീവിക്കുന്ന ദൈവത്തെ തള്ളിക്കളയുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ രക്ഷയുടെ അവകാശം പേറുവാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ തേടിയെത്തിയതിന്റെ രഹസ്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തിന്റെ ശമ്പളമായ മരണത്തെ എടുത്തു മാറ്റി സ്വാതന്ത്ര്യം തരുവാൻ വന്ന രക്ഷകനാണ് യേശുക്രിസ്തു. അപ്പം ദൈവത്തിന്റെ ഉദാത്തമായ സ്നേഹത്തിന്റെ ഉന്നതമായ രൂപമായി യേശുക്രിസ്തു വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യർക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം, അതായത് പിതാവായ ദൈവം മനുഷ്യരാശിക്ക് നൽകുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും വിലയേറിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 ബൈബിളിന്റെ ബൈബിളിനെ മൊത്തത്തിൽ ഒരൊറ്റ വാക്യത്തിലേക്ക് ചുരുക്കിയാൽ എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 3:16 നമ്മൾ എടുത്തു പറയും. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിന്റെ ഫലമായി തന്റെ ഏകജാതനെ ലോകത്തിന് സമ്മാനമായി കിട്ടുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മറക്കരുത്. ഹല്ലേലൂയ. നമ്മള് 1 യോഹന്നാൻ 4-ാം അധ്യായം 9-10 വാക്യങ്ങള് ഒന്ന് പരിശോധിച്ചാൽ ബൈബിൾ പറയുകയാണ്, തന്റെ ഏകപുത്രൻ വഴി നമ്മൾ ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. ഓർക്കുക, തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. തന്റെ ഏകപുത്രൻ വഴി നമ്മൾ ജീവിക്കുവാൻ ഈ ലോകത്ത് മറ്റൊരു വഴിയില്ല. പാപത്തിന്റെ ബൈ പ്രോഡക്റ്റായ മരണം മനുഷ്യന്റെ കീഴടക്കി. ഇനി നമ്മൾ നിത്യമായി ജീവിക്കണമെങ്കിൽ തന്റെ ഏകപുത്രന്റെ പാപപരിഹാര ബലി കൂടാതെ മറ്റൊരു വഴിയില്ലെന്ന് ദൈവത്തിന് അറിയാം. തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു. നമ്മൾ എങ്ങനെ ദൈവത്തെ സ്നേഹിച്ചു? എങ്ങനെ സ്നേഹിച്ചു? നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മള് തിരക്ക് പിടിച്ച ഈ ലോകത്തിന്റെ നടുവില് ബൈബിള് വായിക്കാനോ ദൈവവുമായി ഒരു രമ്യതപ്പെടലിനോ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? പക്ഷെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? നമ്മൾ തേടിപ്പോയതുകൊണ്ടൊന്നുമല്ല. ദൈവമായത് കൊണ്ട്, ദൈവം നീതിമാനായതുകൊണ്ട്, ഒരുവൻ പോലും നശിക്കണം എന്ന ആഗ്രഹമില്ലാത്തത് കൊണ്ട് തൻ്റെ മക്കളെ തേടി വന്നതുപോലെ തൻ്റെ ഏകജാതനെ അയച്ച് ദൈവം ഇറങ്ങി വരികയാണ്. നമ്മൾ മരിക്കാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ. അതാ ക്രിസ്മസിന്റെ ആത്മീയ സന്ദേശം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്ന സ്നേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. എന്ന് വെച്ചാൽ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ്. ഇത് ഏറ്റെടുത്താൽ പരസ്പരം മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള മനസ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. അതിന് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഈ ലോകത്തിന്റെ ദേവനാണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ പുറത്തു വരത്തില്ല. മറ്റൊന്ന്, ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ യഥാർത്ഥ പൗരത്വം ഈ ലോകത്തിലല്ല, അതങ്ങ് സ്വർഗത്തിലാണെന്നുള്ള ഒരു വലിയ ഉറപ്പാണ്. യേശുക്രിസ്തുവിന്റെ ജനനം നമ്മളെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിർത്തുന്ന ഏറ്റവും വലിയ സംഭവത്തിന്റെ തുടക്കമാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നമ്മളെ നിർത്തുന്ന സംഭവത്തിന്റെ തുടക്കം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഓർത്തുകൊള്ളുക, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു, പാപപരിഹാര ബലി പൂർത്തിയാക്കി. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ക്രിസ്മസിൽ സകല പ്രവചനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനം യാഥാർത്ഥ്യമായെങ്കിൽ നിരവധി പ്രവചനങ്ങൾ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ
ആ രണ്ടാമത്തെ വരവിന്റെ ആരംഭമായിട്ടാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുക. സ്വർഗത്തിലേക്കുള്ള വഴിയുടെ ആരംഭം. ഞാൻ പോയി തിരികെ വരുമെന്ന് പറഞ്ഞ് തിരികെ വരുമ്പോ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ആ സ്വർഗീയ പൗരത്വത്തിലേക്ക് കടന്നു പോകുവാനുള്ള ആത്മീയമായ അഭിഷേകം ലഭ്യമാകുക. ഇന്ന് ക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ് ഉണ്ടായാൽ ഒരുക്കമുള്ളവരായിട്ടാണോ നമ്മൾ ഇരിക്കുക? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഞാൻ നിങ്ങളെയും വന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ വാക്ക് ഈ ക്രിസ്മസിൽ നെഞ്ചില് മുഴങ്ങി നിൽക്കണം. കാരണം ഫിലിപ്പ് ലേഖനം 3:20 ബൈബിൾ പറയുന്നു, സെന്റ് പോൾ പഠിപ്പിക്കുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം, ഈ ലോകത്ത് പണം ഉണ്ടാക്കണം, ആരെ പറ്റിച്ചിട്ടായാലും അത് സുവിശേഷം പറഞ്ഞിട്ടായാലും നമുക്ക് പണം ഉണ്ടാക്കണം, ബിസിനസ്സിൽ മത്സരം, എന്തുമായിക്കൊള്ളട്ടെ, ഈ ലോകത്ത് പരസ്പരം, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ലോകത്ത് നിലനിൽക്കുവാനുള്ള ഭൗമികമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹം കഴിക്കുന്നു, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു, മക്കളുണ്ടാകുന്നു, അടുത്ത തലമുറകള് ഇങ്ങനെ കടന്നു പോവുകയാണ്. ബൈബിൾ പറഞ്ഞു, ലോത്തിന്റെ കാലഘട്ടങ്ങളിലെ പോലെ തന്നെയാണ് ഇപ്പോഴും ആ സമയത്ത് മനുഷ്യപുത്രന്റെ ഒരു വരവുണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ കാത്തിരിക്കുന്നു. ഓർത്തുകൊള്ളുക, ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിലെ പ്രത്യാശ തകർന്നാലും സ്വർഗത്തിലെ പ്രത്യാശ തകരത്തില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കാരണം നമുക്ക് വാഗ്ദത്തം തന്നത് യേശുക്രിസ്തുവാണ്. സാധാ ദൈവമല്ല, ജീവനുള്ള ഒരു ദൈവം, കല്ലല്ല, മണ്ണല്ല, ജീവിക്കുന്ന ഒരു ദൈവം, വാക്കു പറഞ്ഞവൻ, വാക്കുമാറാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് ഈ ക്രിസ്മസ് നമുക്ക് തരിക. അല്ലെങ്കിൽ ക്രിസ്മസ് നമുക്ക് തരുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് എമ്മാനുവേൽ അനുഭവമാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്. വിശുദ്ധ മത്തായി 1:23. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ഈ ഭൂമിയിലെ പ്രത്യാശ, ഈ ഭൂമി നിങ്ങളെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും, പെറ്റ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, എന്റെ ഉള്ളം കയ്യിൽ നിന്നെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഈ ക്രിസ്മസിന്റെ ദിവസം നിങ്ങളുടെ ഹൃദയത്തിൽ എടുത്തു വെച്ചോണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്ന ഒരു പ്രോമിസ് പോലും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകത്തില്ല. യെശയ്യാ പ്രവചനം 41:10 ഒരു വാഗ്ദത്തം, ഒരു പ്രോമിസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ അനുഭവം. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് പറയുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം. ഇതൊരിക്കലും വാക്കുമാറാത്ത വാഗ്ദത്തമാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാകണം. ദൈവം തന്ന വാഗ്ദത്തം വിശ്വസിക്കുവാൻ പറ്റാതെ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ഭൗമികമായത് മാത്രം ചിന്തിച്ചുകൊണ്ട് സ്വർഗീയ പൗരത്വത്തെ നിഷേധിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് വിശ്വസിച്ചാൽ, ഇത് ഏറ്റെടുത്താൽ അനുഗ്രഹമാണ്. പുതിയ നിയമത്തിൽ ഈ വാഗ്ദത്തം തന്ന യേശുക്രിസ്തു വീണ്ടും നമുക്ക് തരുന്ന ഉറപ്പ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:20 യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിൽ പരം ഒരു ഉറപ്പ് തരാൻ ആർക്കു പറ്റും? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇമ്മാനുവേൽ അനുഭവം. അപ്പം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്ന സന്തോഷമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉറപ്പ്. ഈ ഉറപ്പ് മറ്റുള്ളവർക്ക്
പകർന്നു കൊടുക്കേണ്ട ഒരു ദൗത്യം യേശുക്രിസ്തു നമുക്ക് തരികയാണ്. എന്ന് വെച്ചാൽ ഈ സത്യം അഥവാ ക്രിസ്മസ് ഒരു പ്രകാശത്തിന്റെ ഉദയമാണെന്നും ഈ പ്രകാശം ലോകത്തിലേക്ക് കൊണ്ടുപോകേണ്ട ദൗത്യം ഈ ക്രിസ്മസിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. കാരണം ഈ ലോകം എന്ന് ഇരുട്ടില്ല, മനുഷ്യരെന്ന് അന്ധകാരത്തില, സത്യം എന്തെന്ന് അറിയത്തില്ല. യേശുക്രിസ്തുവാണ് സത്യമെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഹെരോദോസ് ചോദിച്ചു, എന്താണ് സത്യം? യേശുക്രിസ്തു മറുപടി കൊടുക്കുന്നതായി ബൈബിള് പഠിപ്പിക്കുന്നില്ല. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷ്യമേകുവാൻ വന്നതാണ്. ഈ സത്യത്തിന്റെ സാക്ഷ്യമേകുവാൻ വന്ന യേശുക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ ഈ ക്രിസ്മസ് നമ്മളെ വിളിക്കുകയാണ്. കാരണം യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മളെ കൂടി ആ വെളിച്ചത്തിന്റെ ഭാഗമാകാൻ യേശുക്രിസ്തു വിളിക്കുകയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5:14 പറയുന്നു, നിങ്ങളാ ലോകത്തിന്റെ പ്രകാശം. ലോകത്തിന്റെ പ്രകാശമാകേണ്ട ഞാനും നിങ്ങളും ഇത് മനസ്സിലാക്കാതെ അടച്ച് എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നാൽ ഈ സത്യം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കുവാൻ നമുക്ക് സാധിക്കാതെ കടന്നുപോകും. യോഹന്നാന്റെ സുവിശേഷം 8:12 പറയുന്നു, യേശുക്രിസ്തു പറയുക, ഞാൻ ലോകത്തിന്റെ പ്രകാശമാ, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ ആയിരിക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ജീവന്റെ പ്രകാശം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കുമെന്ന് യേശുക്രിസ്തു പറയുകയാണ്. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്ത് വെളിപ്പെടുന്ന പ്രകാശം അന്ധകാരത്തെ മാറ്റുന്ന പ്രകാശമാണ്. മത്തായിയുടെ സുവിശേഷം 17 യേശുക്രിസ്തുവിന്റെ ദൈവത്വം മറനീക്കി പുറത്തു വരുമ്പോ ആ മുഖത്ത് വെളിപ്പെട്ട 10,000 സൂര്യനേക്കാൾ ശോഭയേറിയ പ്രകാശം, ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിന്റെ ആഘോഷമായി ക്രിസ്മസിനെ നമ്മൾ മാറ്റണം. അങ്ങനെയാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ ആഘോഷം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. അല്ലാതെ പാട്ടും പാടി ചെണ്ടയും കുട്ടി നടക്കുന്നതല്ല. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുത് ഈ സത്യം അറിയാതെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പാപപരിഹാര ബലി യേശുക്രിസ്തുവിൽ ഈ ക്രിസ്മസിൽ ജനിച്ച് പാപപരിഹാര ബലിയിലേക്ക് കടന്നു പോകുന്ന യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ വിജയം മുമ്പേ പ്രഖ്യാപിക്കുന്ന ദിനം കൂടിയാണ് ക്രിസ്മസ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. സ്വർഗം തുറന്ന് ഒരു രക്ഷകനായി യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നു. തന്റെ ദൗത്യം കാൽവരിയിൽ പൂർത്തീകരിച്ച് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിന്റെ രാജാവായി യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് മടങ്ങുകയാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് 15:20 പറയുന്നു, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഇത് നമ്മൾ തിരിച്ചറിയണം ഈ ദിവസം. വെളിപ്പാട് പുസ്തകം 1:18 യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെച്ചു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ജനിച്ചു, കുരിശുമരണത്തിലൂടെ കടന്നുപോയി, കല്ലറയിൽ അടക്കം ചെയ്തു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇല്ലേ? അപ്പം എല്ലാറ്റിന്റെയും ആരംഭം എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ ദിവസം, യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ദിവസം തുടങ്ങുകയാണ്. ക്രിസ്മസിന്റെ യഥാർത്ഥ പ്രത്യാശ എന്ന് പറയുന്നത് യേശുക്രിസ്തു വീണ്ടും വരുമെന്ന ഉറപ്പാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം ഇതൊരിക്കൽ സംഭവിച്ചു. അതുകൊണ്ട് ഇനി മടങ്ങി വരുന്നത് ഒരു ശിശുവായി അല്ല. കർത്താവിന്റെ മടങ്ങി വരവ് അത് രാജാവായി യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരും. യേശുക്രിസ്തു വീണ്ടും വീണ്ടും ഈ ലോകത്തിലേക്ക് വരുമെന്ന ഉറപ്പ് ഈ ക്രിസ്മസ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അടിച്ചുറപ്പിക്കണം. കാരണം അപ്പോസ്തല പ്രവർത്തികൾ 1:11 അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരുമെന്ന് പറയുന്ന സ്വരം നമ്മളവിടെ കേൾക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്മസിൽ രക്ഷാകര പദ്ധതി ദൈവം ഒരുക്കി. സ്വർഗത്തിൽ നിന്നും യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്ന പദ്ധതി പൂർത്തീകരിച്ചു.
പൂർത്തീകരിച്ച് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് തിരികെ പോയി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. വീണ്ടും വരും, നമ്മളെയും ആ യേശുക്രിസ്തു ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ചേർത്ത് കൊണ്ടുപോകുവാൻ. അതിന്റെ ഒരുക്കം ക്രിസ്മസിൽ തുടങ്ങിയെങ്കിൽ ഇന്ന് എവിടെയെങ്കിലും ആ ഒരുക്കത്തിൽ നിന്നോ ഈ സത്യത്തിൽ നിന്നോ നമ്മൾ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, മടങ്ങി വരുവാനുള്ള ദൈവത്തിന്റെ വിളി ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമ്മൾ ഏറ്റെടുത്തേ മതിയാകൂ. തിത്തോസിന്റെ ലേഖനം 2:13 എന്താണ് പറയുന്നത്? നമ്മുടെ മഹോന്നതനായ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും മഹത്വം പ്രത്യക്ഷപ്പെടുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ! എങ്ങനെ നമുക്കിതൊന്ന് ഒന്ന് വിവരിക്കാൻ പറ്റും? നമ്മുടെ മഹോന്നതനായ ദൈവം, ആ ദൈവം അയച്ച രക്ഷകനായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രത്യക്ഷമാകുമ്പോ നമുക്ക് കൈവരുവാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശ എന്ന് വെച്ചാൽ നിത്യജീവന്റെ അവകാശം, അത് നമ്മൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കുള്ള, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനുള്ള തയ്യാറെടുപ്പിന്റെ ദിനം കൂടിയാണ് ക്രിസ്മസ് എന്ന് മറക്കരുത്, മറന്നു പോകരുത്. 1 കൊരിന്ത്യൻസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ് എന്നാണ് സെന്റ് പോൾ പറയുക. ഈ ലോകം അല്ലെങ്കിൽ ഇവിടുത്തെ ഭൗമികമായ കാര്യങ്ങൾ മാത്രം നോക്കി ഇവിടെ വീട് വെച്ച് ഇവിടെ ഒരു PR കിട്ടി, അല്ല ഇവിടെ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടി, അല്ല ഇവിടെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹം കിട്ടി, എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ അങ്ങോട്ട് ജീവിച്ച് ഇവിടുത്തെ ജീവിതം അങ്ങ് അനുഗ്രഹമായി പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു പ്രത്യാശയാണ് നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഉള്ളതെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെക്കാളും എല്ലാ മനുഷ്യരെക്കാളും നമ്മൾ നിർഭാഗ്യരാണ് എന്ന് ബൈബിള് പറയുക, സെന്റ് പോൾ പറയുക. അപ്പൊ നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ നിത്യതയിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന രക്ഷകനായ ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം എന്താ പറയുന്നത്? ക്രിസ്മസിന്റെ ദിവസം തുടങ്ങണം. എന്റെ പ്രത്യാശ ഈ ലോകത്തിലല്ല, ദൈവത്തിന്റെ സന്നിധിയിലാ. എന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ ആണ് എന്റെ ദൈവം ഈ ക്രിസ്മസിന്റെ ദിവസം അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ജനിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം നമ്മുടെ ആഘോഷങ്ങളിലേക്ക് കടന്നു പോകാൻ. ക്രിസ്തുവിന്റെ മുഖത്ത് വെളിപ്പെട്ട പ്രകാശം എന്നിലും എന്റെ ജീവിതത്തിലും വെളിപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ! അതുകൊണ്ട് ഈ ക്രിസ്മസിൽ യേശുക്രിസ്തു രക്ഷകനായി എന്റെ ഹൃദയത്തിൽ ജനിക്കണം എന്ന ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ കേവലം ഒരു ആഘോഷമായി ഈ ക്രിസ്മസിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ പ്രത്യാശയുടെ ദിവസമാണ്, ഇത് നമ്മുടെ രക്ഷയുടെ ദിവസമാണ്. ഇതൊരു താൽക്കാലികമായ അനുഗ്രഹത്തിന്റെ ദിവസമല്ല, ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യജീവന്റെ അവകാശം നമുക്ക് നേടിത്തരുന്ന ദിവസത്തിന്റെ തുടക്കമാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുവാനായി ലോകത്തിന്റെ രക്ഷകൻ ഭൂമിയിൽ അവതരിച്ച മഹത്തായ ദിനമാ ക്രിസ്മസിന്റെ സന്ദേശം നമ്മൾ നിലനിർത്തേണ്ടത്. അതുകൊണ്ട് ഇത് മറക്കരുത്. യേശുക്രിസ്തു ദൈവമാ, രക്ഷകനായി ഭൂമിയിലേക്ക് കടന്നു വന്ന ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ! ഉൽപ്പത്തി മുതൽ കടന്നു വന്ന സകല പ്രവചനങ്ങളെയും പൂർത്തീകരിച്ചു. ദൈവം തന്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ആമോസ് പ്രവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ഒരു പുതിയ തുടക്കമായി ഈ ക്രിസ്മസിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. വാനമേഘങ്ങളിൽ മഹത്വ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുക. 2025 നമ്മളിൽ നിന്നും ഇനി കേവലം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കാലയവനികയ്ക്കുള്ളിലേക്ക് മടങ്ങും. 2026 എന്ന് പറയുന്ന പുതിയ വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എത്രയോ പേര് ലോകത്തു നിന്നും മാറ്റപ്പെട്ടു, ദൈവത്തെ അറിയാതെ, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് അറിയാതെ മരണത്തിലൂടെ മാറ്റപ്പെട്ടു പോയാൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിത്യതയുടെ അവകാശം നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പില്ല. യേശുക്രിസ്തു ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വർഗം അനുഗ്രഹം ചൊരിയും. അതുകൊണ്ട് മറക്കരുത്, രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമാണ്.
യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരു മാർഗത്തിലും രക്ഷയില്ല, മറ്റൊരു മതത്തിലും രക്ഷയില്ല. ഒരു മതവും നിങ്ങളെ രക്ഷിക്കത്തില്ല. യേശുക്രിസ്തു മാത്രമേ നിങ്ങളെ രക്ഷിക്കത്തുള്ളൂ. നിങ്ങൾക്കെതിരെ കടന്നു വരുന്ന കൊടിയ പീഡനങ്ങൾ കടന്നു വന്നാലും എന്റെ യേശു എന്റെ ദൈവമാണെന്ന് നെഞ്ചിട്ടിട്ട് വിളിച്ചു പറയുവാനുള്ള ആർജവം പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവം, യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ. ചെങ്കടൽ പിളർന്നവൻ, കാൽവരിയിൽ തന്റെ നെഞ്ചു പിളർന്നവൻ നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ഒരു രക്ഷയുടെ ദൗത്യം ഏറ്റെടുക്കുവാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന യേശുക്രിസ്തുവിന്റെ ഈ ഒരു എന്താ പറയുക ജനനത്തിന്റെ രഹസ്യത്തെ തിരിച്ചറിയണം. കാരണം ഇതൊരു രഹസ്യമാ. ഇത് ലോകത്തിന് എന്താ പറയുക വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല ദൈവം. ലോകത്തിന്റെ ദേവൻ സകലരുടെയും കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ സത്യത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച് നാശത്തിന്റെ പാതയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ നാശത്തിന്റെ പാതയിൽ നിന്നും ജീവനുള്ള ദൈവം സ്വർഗത്തിന്റെ പാതയിലേക്ക് നമ്മളെ നിർത്തുവാനുള്ള ദിവസത്തിന്റെ തുടക്കമാണ് ക്രിസ്മസ് എന്ന് പറയുക. അതുകൊണ്ട് അന്ധകാരത്തിൽ ക്രിസ്തു പ്രകാശമായി ജനിക്കുമ്പോൾ ആ പ്രകാശത്തെ നെഞ്ചിലേറ്റെടുത്ത് ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈ പ്രകാശം വെളിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ഇന്ന് നമുക്ക് ഏറ്റെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വിളിച്ചു പറയാം, യേശു എന്റെ ദൈവമാണ്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ഈ വചനം സത്യമാണ്, ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു, എന്റെ അവസാന ശ്വാസം വരെയും ഞാൻ എന്റെ യേശു ക്രിസ്തുവിനായി ജീവിക്കും, എന്റെ മരണം വരെ ഞാൻ എന്റെ ദൈവത്തിന്റെ വചനത്തെ ഞാൻ പ്രഘോഷിക്കും. കാരണം യേശു അല്ലാതെ ഒരു സത്യമില്ല. ആ സത്യത്തെ മറച്ചു പിടിക്കുവാൻ ഈ ലോകത്തുള്ള ഒരു സാധ്യതകൾക്കും ഒന്നിനും സാധ്യമാകത്തില്ല എന്നുള്ള ബോധ്യം എടുത്തോണം. കാരണം ഭൂമിയെ അന്ധകാരം മൂടും, മനുഷ്യന്റെ ഹൃദയത്തെ അന്ധകാരം മൂടും. ഈ അന്ധകാരം മൂടുന്ന സ്ഥലത്ത് എന്താ പറയാ ദൈവത്തിന്റെ കർത്താവിന്റെ പ്രകാശം മഹത്വമായി പ്രത്യക്ഷപ്പെടുമെന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവ് നിന്റെ മേൽ ഉദിക്കുന്ന, അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാകുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഈ ക്രിസ്മസിന്റെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ ജീവിക്കുന്ന നാമത്തിൽ ക്രിസ്മസിന്റെ നിത്യജീവന്റെ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.